വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്, എലമെന്റ്സ്, കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ചേഴ്സ് അല്ലെ. അപ്പൊ ഈ മൂന്ന് ആളുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിന്റെ ഒരു ബിഗിനിങ് എന്നുള്ള രീതിയിൽ മിക്സ്ചേഴ്സിനെ പറ്റിയാണ് ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. യെസ്, പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. മാറ്ററിന്റെ ഒരു ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാറ്റർ ഈസ് എനിത്തിങ് എന്താണ്, ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാത്തിനെയും നമുക്ക് എന്താണ് മാറ്റർ എന്ന് വിളിക്കാം. പക്ഷെ അതിന് കണ്ടീഷൻ ഉണ്ട്, എന്താണ്, ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് അല്ലെ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് എയർ, വാട്ടർ, ഫുഡ്, ക്ലോത്ത്, വുഡ് എന്ന് തുടങ്ങി എല്ലാ തിങ്സും നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, എന്താ അത്? യെസ്, ഓൾ ദീസ് തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് അല്ലെ. എല്ലാ വസ്തുക്കളും നമ്മുടെ ചുറ്റുമുള്ള ആരെ നമ്മൾ നോക്കുകയാണെങ്കിലും എല്ലാം എന്താണ്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്, മോസ്റ്റ് ഓഫ് തിങ്സ് അറൌണ്ട് us ആർ നോട്ട് മെയ്ഡ് ഓഫ് ജസ്റ്റ് വൺ സബ്സ്റ്റൻസ്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള മിക്ക ആളുകളെയും നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാം ഒന്നും എന്തല്ല, ഒരേ സബ്സ്റ്റൻസ് കൊണ്ടല്ല ഫോം ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി മിസ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കഴിക്കുന്ന ആളാണിത് അല്ലെ. എന്താ അത്? മിക്സ്ചർ ആണ് അല്ലെ. ചായയുടെ കൂടെ നമ്മൾ എല്ലാവരും മിക്സ്ചർ കഴിക്കാറുണ്ട്. അപ്പൊ മിക്സ്ചർ ഒന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണമെന്നില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പല ടൈപ്പ് ആളുകളുണ്ട്. ഇതിലുള്ള ആളുകളൊക്കെ ഒരേ ആളുകളാണോ? അല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് യെസ്, ഒരുപാട് എന്താണ്, ഈ പറയുന്ന പോലെ നട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സർക്കിളിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, സ്റ്റിക്സ് കാണാൻ പറ്റുന്നുണ്ട്, കറി ലീവ്സ്, ചില്ലി പൗഡർ, ഒരുപാട് ആളുകൾ ചേർന്നതാണ് നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ അല്ലെ. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. യെസ്, ഇവരെല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നതാണ്, മിക്സ് ചെയ്തെടുക്കുവാണ്. സോ നമുക്ക് പറയാം, when two or more substances are mixed where each substance retains its properties, it's called a mixture. അപ്പൊ അവിടെ വേറെ വലിയ എന്താണ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഒക്കെ എപ്പോഴും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, യെസ്, കമ്പോണൻസ് അല്ലെ. അപ്പൊ ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, കെമിക്കലി അവർ വല്ല റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല. പകരം എന്താണ്, ജസ്റ്റ് അവരൊന്ന് മിക്സ് ആവുന്നു എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഈ കമ്പോണൻസിന്റെ മിക്സിംഗ് അപ്പിന്റെ രീതിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിക്സ്ചേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് നോക്കാം. ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് പിക്ചർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയത് എന്താ സംഭവം, നമ്മുടെ മഡി വാട്ടർ ആണ് അല്ലെ. അപ്പൊ മഡി വാട്ടർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, നമ്മൾ ജസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ സാൻഡ് പ്ലസ് വാട്ടർ ഒക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്ത് അതിലേക്ക് കുറച്ച് സാൻഡ് ഇടുന്നു, നന്നായിട്ട് നമ്മൾ സ്റ്റിർ ഒക്കെ ചെയ്തു കേട്ടോ. അതിനകത്ത് ഡിസോൾവ് ആവില്ല എന്ന് നമുക്കറിയാം. പകരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഓരോ എന്താണ്, ഈ പറയുന്ന ഓരോ സൈഡും ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, അവിടെ ഇവിടെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ എന്താണ്, ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ. സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നേക്കഡ് ആയി വെച്ച് തന്നെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു വിസിബിൾ ആയിട്ടുള്ള അവരുടെ ഒരു സെപ്പറേഷൻ അല്ലെ, ഈ പറയുന്ന സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയല്ലേ. ഇതേപോലെ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഓയിലും വാട്ടറും തമ്മിൽ മിക്സ് ആയി കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ലെയർ ആയിട്ട് അത് അവിടെ കിടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ ജസ്റ്റ് ഒന്ന് എന്താണ് ഈ പറയുന്ന പോലെ മിക്സ് ആക്കിയിട്ടേ ഉള്ളൂ നമ്മള്. പക്ഷെ അവർ ഇതേപോലെ നമുക്ക് കാണാൻ പാകത്തിന് ഇങ്ങനെ കിടക്കുവാണ്. അവിടെ ഒരു യൂണിഫോം കോമ്പോസിഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈക്വൽ ആയിട്ടുള്ള ഒരു സെപ്പറേഷനും ഒരു മിക്സിങ്ങും അവിടെ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല അല്ലെ. നേരെ മറിച്ച് നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ആലോചിച്ച് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് എന്താണ് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്, ഷുഗർ സൊല്യൂഷൻ ആണ് അല്ലെ. നമ്മൾ കുറച്ചെടുത്തിട്ട് എന്ത് ചെയ്യാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു സ്പൂണ് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ആ സ്പൂൺ എടുത്ത് നമ്മൾ കുറച്ച് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്താലും ഇവിടുന്ന് ടേസ്റ്റ് ചെയ്താലും ഒക്കെ നമുക്കൊരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ ഷുഗർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്ത് കിടക്കുവാണ്, നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ മിക്സ് ആയി കിടക്കുവാണ്. പക്ഷെ അവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള നാച്ചുറൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ് മിക്സ്ചേഴ്സിനെ. എന്തൊക്കെയാണ്,
ഒന്ന് നോൺ യൂണിഫോം ആണെങ്കിൽ മറ്റൊന്ന് എന്താണ് യൂണിഫോം ഇൻ നാച്ചുറൽ അല്ലെ. അപ്പൊ എന്താ സംഭവം? മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഡിഫറെന്റ് കമ്പോണൻസ് ആർ ജനറലി വിസിബിൾ വിത്ത് നേക്കഡ് ഐ, അല്ലെങ്കിൽ എന്താണ് ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു സെപ്പറേറ്റ് ചെയ്ത് അതിനകത്തുള്ള കമ്പോണൻസിനൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? യെസ്, നോൺ യൂണിഫോം ഇൻ നാച്ചുറൽ അല്ലെങ്കിൽ നോൺ യൂണിഫോം മിക്സ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നോൺ യൂണിഫോം ആയിട്ടുള്ള കമ്പോസിഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിട്ടിരിക്കുക അല്ലെ. അവർക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹെട്രോജീനിയസ് കേട്ടോ. ഡിഫറെന്റ് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ നിന്ന് വരുന്നതാണ് ഹെട്രോജീനിയസ്. നേരെ മറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് മിക്സ്ചേഴ്സ് ഹാവ് കമ്പോണൻസ് ദാറ്റ് കനോട്ട് ബി സീൻ സെപ്പറേറ്റ്ലി ഈവൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ്. നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പാർട്ടിക്കിൾസിനെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണാനേ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, യൂണിഫോം ഇൻ നാച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹോമോജീനിയസ് മിക്സ്ചർ എന്നും നമ്മൾ അവരെ വിളിക്കാറുണ്ട്. ഹോമോ സെയിം എന്നുള്ള ഒരു മീനിങ്ങിൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യാറുണ്ട്? വിളിക്കാറുണ്ട്. സോ ഇവിടെ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഓർക്കേണ്ടത് മിക്സറിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. എന്ത്? ഒന്ന് യൂണിഫോം നാച്ചുറൽ ആണ്, മറ്റൊന്ന് നോൺ യൂണിഫോം നാച്ചുറൽ ആണ് അല്ലെ. അല്ലെങ്കിൽ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് എന്നുള്ള ഒരു ടേമിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. അപ്പൊ യൂണിഫോമിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സോൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും എയറും ഒക്കെ. കാരണം എയർ ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലായിടത്തും എന്താണ് ഏകദേശം ഒരേപോലെയാണ് ആ കോമ്പോസിഷൻ കിടക്കുന്നത് അല്ലെ. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനൊന്നും പറ്റുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഈ പറഞ്ഞ മഡി വാട്ടർ ആയിക്കോട്ടെ, ഓയിൽ ആൻഡ് വാട്ടർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാൻഡ് പ്ലസ് വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? നോൺ യൂണിഫോം ആണ് അല്ലെ, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇവർ മിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ഇവിടെയൊക്കെ എന്താണ് ഇങ്ങനെ ഈ പറയുന്ന പോലെ ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാനേ പറ്റുന്നില്ല അല്ലെ. അതിന് തോന്നിയ പോലെയാണ് അത് എന്തായിട്ടുള്ളത്? മിക്സ് ആയി കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടൈപ്പ് ആളുകളെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മനസ്സിൽ ഓർത്താൽ മതി, ഷുഗർ സൊല്യൂഷനും മഡി വാട്ടറും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഷുഗർ സൊല്യൂഷനിലെ ഷുഗറിനൊന്നും നമ്മൾ പിന്നെ കാണുന്ന തന്നെ ഇല്ല അല്ലെ. പക്ഷെ മഡി വാട്ടറിൽ അങ്ങനെയാണോ? അല്ല, കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത് ഒരുപോലെയൊന്നും അല്ല, അവിടെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? യെസ്, നമ്മള് മിക്സ് ആയി കിടക്കുവാണ്. സോ അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ യൂണിഫോം ഇൻ നാച്ചർ എന്ന് വിളിക്കുന്നത്. എന്റെ മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ യോധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. യോധാ ബാച്ചിൽ ഇതാ ദീപാവലി ഒക്കെയാണ്. അപ്പൊ നമ്മുടെ വിദ്യാരംഭം ഓഫർ എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 15% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അപ്പൊ VDM15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് താഴെ സ്ക്രോളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഓടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ചാപ്റ്റർ സെറ്റ് ആയിട്ട് പഠിക്കണം. സോ കാണാടാ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.